വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, ഹായ്, ഐ എം ഷാഹില. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ, നിങ്ങൾ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പണി കെട്ടി നിൽക്കുന്നവരാണോ? അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരാണോ? സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൻ എങ്ങനെ പഴയതുപോലെ ആക്കാം, ഭയങ്കര പിമ്പിൾസും കാര്യങ്ങളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കിന്ന് ഭയങ്കര ഡാമേജായി, അതെങ്ങനെ റെഡി ആക്കാം, പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ. അതായത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്കിന്നെ പഴയതുപോലെ ആക്കാം, അതെങ്ങനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൊരു വീഡിയോ. വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് പണി കിട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വന്നിട്ട് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഒറ്റയടിക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ നിൽക്കുക. പതുക്കെ 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 സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതായത് ഗ്യാപ്പ് ഇട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് യൂസ് ചെയ്ത് ഒരു ദിവസം യൂസ് ചെയ്യാതെ പിന്നെ യൂസ് ചെയ്യുക, അങ്ങനെ പോവുക. പിന്നെ 2 ദിവസം ആക്കുക, അത് വീക്കിലാക്കുക. അങ്ങനെ 2-3 വീക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. കാരണം വീക്കിലേക്കായാലോ, പിന്നെ നിങ്ങൾ ഈ അടുത്തൊന്നും യൂസ് ചെയ്യില്ല, പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നിലേക്ക് അത് വരില്ല എന്ന് നിങ്ങളുടെ സ്കിന്നിൽ നിറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പതുക്കെ 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 സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവും. ഇനി അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പണി കിട്ടി നിൽക്കുന്നവരാണ്, ഫേസിൽ മൊത്തം പിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കിൻ കെയർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് 3 മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ഒന്നാമതേ ഡാമേജ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നായിട്ട് ഡാമേജ് ആയി നിന്നിട്ട് അതിന് മറ്റേ ഡ്രൈ സ്കിന്നിന് ചേരുന്ന എന്തെങ്കിലും ഫേസ് വാഷോ കാര്യങ്ങളോ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസ് അധികം ഓയിലി ആവും, അധികം പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്ന ഈ ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും കണ്ടെത്തി അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് പഴയതുപോലെ ആക്കാം. ഒത്തിരി ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല. അതായത് അങ്ങനെ പണി കിട്ടി നിൽക്കുന്നവരാണ്, അതായത് ഡാമേജ് ആയി കിടന്നിട്ട് നിങ്ങൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ നിങ്ങൾ 2-3 ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്കത് ഓക്കെ ആയി കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ സമയം എടുത്ത് റെഡിയാക്കി കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ കെയർ ചെയ്താൽ ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഫേസിനും നിങ്ങളുടെ സ്കിന്നിനും കിട്ടും. പിന്നെ നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞെന്ന് വിചാരിച്ചത് സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്യേണ്ട, അതായത് ഇത് മാറിയെന്ന് വിചാരിച്ചിട്ട് സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് ഇനിയും വീഡിയോസ് ഇടാൻ എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.